അപ്പോൾ അതാ നമ്മളെ ഹോട്ടലിൽ ഫുഡൊക്കെ ഏകദേശം തീരാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2:30 സമയമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ ചില സമയത്ത് 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിയും. പാർസലൊക്കെ ഒന്നിച്ച് വരിക അല്ലെങ്കിൽ ഫാമിലീസൊക്കെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേഗം കഴിയും കേട്ടോ. പിന്നെ രണ്ടാമത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് നേരത്തൊക്കെ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ വെക്കും. കാരണം സദ്യ പരിപാടി ആയതുകൊണ്ട് ചോറ് മാത്രം വെച്ചാൽ പോരെ, ലൈക്കുള്ള ഐറ്റംസൊക്കെ വേണ്ടേ. അപ്പോൾ ഞങ്ങൾ ചില ബുദ്ധിമുട്ടില്ലാത്ത സമയത്തൊക്കെ അങ്ങനെ വെക്കലാണ് കേട്ടോ. അങ്ങനെ ചേച്ചിമാർ അവിടെയൊക്കെ അപ്പുറത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ വെച്ചിട്ട് നിന്നതാണ് കേട്ടോ. നമ്മളിവിടെ പറഞ്ഞാൽ ഈ ഹോട്ടലിൽ സ്പേസ് നല്ല കുറവാണ്. വിറകിടാനാകെ ഞങ്ങൾക്ക് ഈ കോണിക്കൂടാണ് ഉള്ളത്. പുറത്തിടാനും സ്പേസ് ഇല്ല. പിന്നെ അതുപോലെ ചെമ്പ് വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ ആകെ ഈ കോണിക്കൂടേ ഉള്ളൂ. പിന്നെ സ്റ്റോർ റൂമിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവിടെ ബാത്റൂമും കഴുകി സ്റ്റോർ റൂമൊക്കെ ക്ലീനാക്കി ഏകദേശം പണികളൊക്കെ ഞങ്ങളത് സെറ്റായിട്ടോ. വീതനയൊക്കെ ഞങ്ങൾ ജസ്റ്റ് കഴുകും. പിന്നെ ചുമരുകളൊക്കെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അങ്ങനെ കഴുകും കേട്ടോ. പിന്നെ അതന്ന് ഏട്ടൻ ലീവാണ്. അപ്പോൾ ഷട്ടറൊക്കെ താത്തി. ഇത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം ഈ ഷട്ടർ നല്ല ഈസി അല്ല, കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതിന് ഓയിലൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഷട്ടറൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. അപ്പോഴത്തേന് ഇതാ ചേച്ചിമാരൊക്കെ സുന്ദരിമണികളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങീന്. ഓൽക്ക് എന്താ പറയുക, പുത്തലം വരെ എൻ്റെ കൂടെ പോന്നാൽ മതി കേട്ടോ. പക്ഷേ സിന്ധേച്ചി വണ്ടിയിൽ കയറൂല, അതിന് ബൈക്കിൽ കയറാൻ പേടിയാണ്. അപ്പോൾ പങ്കുവെച്ച് പറയണം നമുക്ക് ഒരു ദിവസം സിന്ധേച്ചിനെ പിടിച്ച് കയറ്റണം എന്നൊക്കെ. അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.